കർത്താവിലുള്ള സന്തോഷം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഈ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ അല്പം കൂടെ ശക്തമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനൊന്ന് വായിക്കട്ടെ. Always be joyful because you belong to the Lord. നീ ദൈവത്തിൻ്റെ വകയാണ്, അതുകൊണ്ട് നീ എപ്പോഴും സന്തോഷിക്കണം. Always be joyful because you belong to the Lord. തർജിമയിൽ അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് പല തർജിമ നോക്കുന്നത്. നീ ദൈവത്തിൻ്റെ വകയാണെന്നുള്ള അറിവ് നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഏത് സാഹചര്യത്തിൽ സന്തോഷിക്കാൻ കഴിയും. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയട്ടെ. സങ്കടകരമെന്ന് പറഞ്ഞാൽ അത്ര വലിയ സങ്കടകരമായ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും പ്രയാസങ്ങളൊക്കെ വരാറുണ്ട്, കൂടെ വരാറുണ്ട്. പക്ഷെ അപ്പോഴും ആഴമായൊരു ബോധ്യം ഇങ്ങനെ അടിയിൽ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഞാൻ ആരുടെ വകയാണ്. ഈ ഒരു ബോധ്യം നിങ്ങളിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, എങ്കിലും ഞങ്ങൾ ശ്രമിക്കുകയാണ്. I will say it again, be joyful. അപ്പോസ്തലൻ പറയും, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുക, നിങ്ങൾ കർത്താവിൻ്റെ വകയാണ്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുകയും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയും. 5-ാം വാക്യം അങ്ങനെയാ പറയുന്നത്. Let everyone know how gentle you are. The Lord is coming soon. നിങ്ങൾ വ്യത്യസ്ത മനുഷ്യരായി മാറുക. അതായത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമില്ല, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് വന്നിറങ്ങുന്നത് പുഞ്ചിരിച്ചോണ്ടാണ്, പക്ഷെ പോണത് ആശുപത്രിയിലോട്ടാണ്. 45 ദിവസം നല്ല എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കും. കാലൂന്നി നിൽക്കാൻ പറ്റുമോ, എത്ര നാൾ കഴിയണമെന്നും അറിയാൻ പാടില്ല. പക്ഷെ അവരവരുടെ ആ പ്രൊഫഷനോടുള്ള സമർപ്പണം കൊണ്ട് അവർ ഹാപ്പിയാണ്. അവരുടെ അച്ചീവ്മെന്റ്, അവർ സമൂഹത്തിന് നൽകുന്ന നേട്ടം, അവർക്ക് കിട്ടുന്ന അംഗീകാരം, ലോകം മുഴുവനും അവരിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കാണുമ്പോൾ അവർ ഹാപ്പിയാണ്. ഇന്നിത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം മാർച്ച് മാസം 20-ാം തീയതി ചിരിയുടെ ദിവസമാണെന്നാണ് പത്രം പറയുന്നത്. ചിരിയുടെ ദിവസം, സന്തോഷത്തിൻ്റെ ദിവസം. ഇത് നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശം എത്തുമ്പോൾ ചില ദിവസം കഴിയും. എങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിരിയുടെ ഒരു ദിവസത്തിൽ മാത്രം ചിരിക്കുന്നവരല്ല നമ്മൾ. കരച്ചിലിൻ്റെ ദിവസം എന്ന് പറയുന്ന ആ ദിവസവും ചിരിക്കും. പൊട്ടിച്ചിരിച്ചില്ലേൽ ഉള്ളിൽ സന്തോഷമുണ്ട്. കാരണം ഞാൻ ആരുടെ വകയാണെന്ന് എനിക്കറിയാം എന്ന് മാത്രമല്ല, അതിലൂടെ നമ്മൾ ആരാണെന്ന് ലോകം അറിയും. ഞാൻ ആരാണെന്ന് ഞാൻ അറിയുമ്പോൾ ഞാൻ ആരാണെന്ന് ലോകം അറിയും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.